നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ആന്റിയുടെ മോനില്ലേ ഗൗതം? സത്യത്തില് ഈ ഗൗതമിന്റെ അമ്മയെന്ന് പറയുന്നത് ആന്റിയാണോ അതോ ആ പോയ നിർമ്മലയാണോ? അല്ല, ആരാ ഈ വീടിന്റെ ഉടമസ്ഥ? അവളുടെ മുന്നിൽ കൈയെടുത്ത് തൊഴുത് യാചിക്കുന്ന കണ്ടപ്പോ ആന്റി സെർവന്റും നിർമ്മല ഇവിടുത്തെ വീട്ടമ്മയാണെന്ന് തോന്നൂല്ലോ. ഞാൻ ചോദിച്ചതിന് ആന്റി മറുപടി പറഞ്ഞില്ല. നിർമ്മലയുടെ മുന്നിൽ ആന്റി നിന്ന് യാചിക്കുന്ന കണ്ടിട്ട് ഈ വീട്ടിലെ മക്കളെ മുഴുവൻ പ്രസവിച്ചതും ഈ വീടിന്റെ അധികാരിയും നിർമ്മലയാണെന്ന് തോന്നൂല്ലോ. ആദ്യം അല്പം ദേഷ്യപ്പെടുന്നത് കണ്ടു, പിന്നെ പതുക്കെ ലൈനങ്ങ് മാറ്റിപ്പിടിച്ചു. അവസാനമായപ്പോ യാചനയായി, പ്രാർത്ഥനയായി, കെഞ്ചലായി. അല്ല, എന്താ ശരിക്കും ഇവിടെ നടക്കുന്നേ? എനിക്ക് മൊത്തം കേൾക്കാൻ പറ്റിയില്ല, എങ്കിലും ഒരു കാര്യം എനിക്ക് മനസ്സിലായി. നിർമ്മല ഏതോ അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ പോയേക്ക്, അതും ഉപവാസം ഇരുന്നുള്ള പ്രാർത്ഥന. അല്ല, എനിക്കറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്ക, ഈ വീടിന് വേണ്ടി പ്രാർത്ഥിക്കാൻ അവൾ ആരാ? വേലയ്ക്ക് നിൽക്കുന്ന വീടിന് വേണ്ടി ഏതെങ്കിലും വേലക്കാരി അമ്പലത്തിൽ പോയി ഉപവസിച്ച് പ്രാർത്ഥിക്കുവോ? ആന്റി ഇതിന് മറുപടി പറഞ്ഞാ മതി. ആന്റി എന്തിനാ നിർമ്മലയുടെ മുന്നില് തൊഴുത് യാചിച്ച് നിന്നത്? അത് പറ. ഞാനോ? ഞാൻ ആരോടും തൊഴുതതുമില്ല, യാചിച്ചതുമില്ല. നീ വെറുതെ ഓരോന്നും പറയല്ലേ. നോക്കിയേ, ഇങ്ങനെ കൈ പിടിക്കുന്നതിനെ ഞങ്ങളുടെ നാട്ടിലൊക്കെ പ്രാർത്ഥനയെന്നും തൊഴുകയെന്നും യാചന എന്നൊക്കെ അർത്ഥം കേട്ടോ. അല്ലാതെ ഇതിനെ ആരും ആശീർവാദം ഒന്നും പറയാറില്ല. ഇപ്പൊ കള്ളം കൂടി പറഞ്ഞതോടെ ഒരു കാര്യം എനിക്ക് വ്യക്തമായി. നിങ്ങൾ 3 പേരും കൂടി ചേർന്ന് ഇവിടെ എന്തോ നാടകം കളിക്കുന്നുണ്ട്. അത് എന്നിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും മറയ്ക്കുന്നുമുണ്ട്. പറ വേഗം ആവട്ടെ. സത്യം പറ ആന്റി. സത്യം പറഞ്ഞിട്ടേ രണ്ടിനെയും ഞാൻ വിടൂ. ചോദ്യം ചെയ്ത് സത്യം പറയിപ്പിക്കാൻ നീ ആരാടി? പോലീസോ? ഈ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കാൻ നിർമ്മല ആന്റി പോയി. അതിന്റെ ആവശ്യമില്ലാന്ന് അമ്മ പറഞ്ഞു, അത്രേ ഉള്ളൂ. എങ്കിൽ പിന്നെ എന്റെ ചോദ്യം ഇതാണ്, ഈ വീടിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആ നിർമ്മല ആരാ? എനിക്കതങ്ങോട്ട് മനസ്സിലാവുന്നില്ലല്ലോ എന്റെ മൂത്ത മരുമോളെ.